ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. കോമഡി മീൻസ് നമ്മുടെ രേണു ചേച്ചിയുടെ തന്നെ ഒരു കോമഡി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോമഡി മീൻസ് ചേച്ചി ഇന്നലെ പുള്ളിക്കാരുടെ മുടി നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. മുടി ഇങ്ങനെ കിളി പറഞ്ഞിട്ട് ഇത് കറുത്തൊരു സാധനം വരുന്ന മുടി ഇങ്ങനെ പൊടിഞ്ഞു പോവാന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരുടെ ഒരു വീഡിയോ നമ്മുടെ ബിഗ് ബോസിൽ നമ്മളെല്ലാവരും കണ്ടില്ലേ. ഇപ്പം അതിനെപ്പറ്റി നല്ലൊരു വിമർശനവുമായിട്ട് നമ്മുടെ റൂമ കോസ്മെറ്റോളജി എത്തിയിട്ടുണ്ട്. എന്താണെന്നല്ലേ, അതിനു മുമ്പ് ആദ്യം നമുക്ക് നമ്മുടെ രേണു ചേച്ചി ആ മുടിക്കിൽ പൊടിഞ്ഞു പോകുന്ന കാര്യങ്ങൾ കാണിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് കാണാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് മറ്റേ നമ്മുടെ റൂമ കോസ്മെറ്റോളജിയിലെ ചേച്ചി ഇട്ടിരിക്കുന്ന വീഡിയോയും കൂടെ നമുക്ക് കാണാം. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ചെറിയ ചെറിയ കഷ്ണമായിട്ട് എല്ലാവരും പേരാണ് എല്ലാം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ടോ. ഈ സാധനം കണ്ടോ ഇവരെല്ലാം ഇങ്ങനെ എടുത്ത് ഇപ്പൊ അവളും എടുത്താണ്ട് തന്നെ ഇതാ അത് കണ്ടോ. ഞാൻ ഇപ്പൊ ചെന്ന് നോക്കി ഇതെല്ലാം ഇളകുന്നത് കണ്ടോ, ഫുൾ ഇളകുവാ. കേട്ടല്ലോ, നമ്മുടെ രേണു ചേച്ചിയുടെ തലയിലെ ഇഷ്യൂ ആണിത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ റൂമ കോസ്മെറ്റോളജിയിലെ ചേച്ചി ഈ പുള്ളിക്കാരിയുടെ ഈ വക കാര്യങ്ങളെ പറ്റി, അതായത് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്ത ചേച്ചി ഈ ഹെയർ ചെയ്തതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. ഒരു മുടി അവർ കോംബ് ചെയ്യുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല. ജസ്റ്റ് നല്ല രീതിയിൽ ഡീറ്റാങ്കിൾ ചെയ്തായിട്ട് എനിക്ക് അറിയില്ല. അവര് മുടി കെട്ടി വെച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ മാത്രം എപ്പോഴും ഇങ്ങനെ സ്ക്രാച്ച് നടക്കുന്നു. പിന്നെ എപ്പോഴും ഇങ്ങനെ പുള്ളിക്കാരി എനിക്ക് തോന്നി ഞങ്ങൾ എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്തതിന് ശേഷം എപ്പോഴും ഈ മുടി ഇങ്ങനെ വലിച്ചു ഈവൻ എന്റെ മുടി പോലും ഞാനിങ്ങനെ ഒരു 1 month കണ്ടിന്യൂസ് വലിച്ചു കഴിഞ്ഞാൽ എന്റെ മുടിയുടെ അവസ്ഥ എന്താ, എന്റെ എന്നല്ല നമ്മുടെയൊക്കെ മുടിയുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, പുള്ളിക്കാരിയുടെ മുടി അത് ഫിറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ തൊട്ട് തന്നെ പുള്ളിക്കാരി ഈ ചൊറിച്ചിലും പറക്കലും തന്നെയാന്നേ. അത് മാത്രമല്ല, ഇത് ഈ വലിക്കുക ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച ഹെയർ ആണ്. അപ്പം നമ്മുടെ മുടിയാണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും വലിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ലല്ലോ. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടല്ലറിയാം. നമ്മൾ ആ ഹെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും പുള്ളിക്കാരിതേ ഈ വെപ്പുണ്ട്, അല്ലെങ്കിൽ ഇതേ ഇങ്ങനെ എപ്പോഴും ഈ വലിയാണ്. അതിനകത്ത് തന്നെ പുള്ളിക്കാർ പറയുന്നുണ്ട് ടൈ ചെയ്ത് വെക്കുക, അത് പ്രോപ്പറായിട്ട്. നമുക്കൊക്കെ അറിയാം ഈ ഒരു ഇങ്ങനത്തെ ഉള്ള ഹെയറും കാര്യങ്ങളും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് നല്ല രീതിക്ക് കൊണ്ട് നടക്കണം. ഇതിൻ്റെ അകത്ത് അതൊന്നുമല്ല കോമഡി. നമ്മുടെ രേണു ചേച്ചി കഴിഞ്ഞ ദിവസത്തെ ബിഗ് ബോസിൻ്റെ അകത്ത് കുളിക്കുന്ന കാര്യത്തെ പറ്റി എന്തോ കുളിക്കാൻ പോകുന്നില്ല എന്തോ നമ്മുടെ അനുമോള് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എൻ്റെ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടില്ലേ, അതുകൊണ്ട് എന്നും തല കഴുകാൻ, അതായത് മുടി കഴുകാൻ പറ്റില്ല. അപ്പം അങ്ങനെ കഴുകാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് കുളിക്കാത്ത. അപ്പോൾ അപ്പത്തേനും നമ്മുടെ അനുമോൾ പറയുന്നുണ്ടല്ലോ ഖുലാബ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കിയിട്ടൊക്കെ പോയത് നമ്മളൊക്കെ ചിരിച്ച ഒരു രംഗമുണ്ട്. പക്ഷേ അതിനെപ്പറ്റി നമ്മുടെ ഈ റൂമ ചേച്ചി പറയുന്നുണ്ട്. അത് ചേച്ചി പറയുന്നത് അതിലും കോമഡി അതിൻ്റെ അകത്തുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു വലിയ ട്വിസ്റ്റാണ് അത്. അപ്പം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല. വളരെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അതായത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റൻഷൻ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പല ടൈപ്പ് എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഈ എക്സ്റ്റൻഷൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാം. നിങ്ങൾക്ക് ഓയിൽ ഇടാം, ഷാംപൂ വാഷ് ചെയ്യാം, ഹെയർ ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. അതൊക്കെ ചെയ്യാൻ പറ്റിയ എക്സ്റ്റൻഷൻ ആണ് നമ്മൾ വെച്ചു കൊടുത്തത്. അപ്പോൾ ഹെയർ വാഷ് കേട്ടല്ലോ, നിങ്ങൾ കേട്ടല്ലോ. ഹെയർ വാഷ് ചെയ്യാം ചേച്ചി, അല്ലേ തന്നെ ചേച്ചി ഓൾറെഡി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഞാൻ 5 ദിവസത്തിലൊരിക്കലെങ്ങാണ്ടേ തല കഴുകുള്ളൂ, മുടി കഴുകുള്ളൂ എന്നും ഒക്കെ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ട്. ആ ചേച്ചി അതിവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ചേച്ചി പറഞ്ഞിരിക്കുന്നതായിട്ടില്ലേ, ഡെയിലി ഷാമ്പൂ ചെയ്യാം, ക്ലെൻസ് ചെയ്യാം, അതുപോലെ നല്ല രീതിക്ക് മുടി നോക്കണമെന്ന് പറഞ്ഞതാ നമ്മുടെ ചേച്ചിക്ക്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞത്. തീർത്തും വൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഈ പുള്ളിക്കാരുടെ മുടി ഇങ്ങനെ പോയെന്ന്. സത്യമായിരിക്കും, പറഞ്ഞിട്ട് എന്ത് ചെയ്യാനല്ലേ. ഹെയർ വാഷ് ചെയ്യില്ല എന്ന് ഞങ്ങളുടെ അടുത്ത് എനിക്ക് തോന്നുന്നു എക്സ്റ്റൻഷൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5 days ഒരു പ്രാവശ്യം കണ്ടേ ഹെയർ വാഷ് ചെയ്യുള്ളൂ. പക്ഷെ ഞങ്ങളന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല, നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം, ക്ലെൻസ് ചെയ്യണം. നമ്മൾ ഹെയറിൽ ഒരു എക്സ്ട്രാ ഹെയർ കയറുമ്പോൾ പിന്നെയും നമ്മുടെ മുടിയിലൊക്കെ എന്താ പറയുക, പിന്നെയും ഡസ്റ്റ് അടിഞ്ഞു കൂടാനും നമ്മുടെ ബോഡി തന്നെ സെബം പ്രൊഡക്ഷൻ ഉള്ള സ്കാൽപ്പാണെങ്കിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്കാൽപ്പിൽ ഡെയിലി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ക്ലെൻസ് ചെയ്യാതിരിക്കുമ്പോൾ ഡാൻഡ്രഫ്, ലൈസ്, പെയിൻ ഇതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരും. അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളുടെ തലയില് ഞാനിപ്പോൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചത് ഒരു ഹെയർ ഊരിപ്പോകുന്ന നല്ല പറഞ്ഞത്. അതായത് ബ്ലാക്ക് കളറിൽ എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു. എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസ് ആയിട്ടുണ്ട്, പെയിൻ ആയിട്ടുണ്ട്. അതായത് ആ ഒരു
അതായത് ഇൻസൾട്ട്, അതായത് വേറൊരാൾ കാണുമ്പോൾ പലരുടെയും പ്രശ്നം, അയ്യോ പേരെന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീക്കും അയ്യോ അതിന് ഭയങ്കര നാണക്കേടാവും. അപ്പോൾ വാക്സ് ആണ് അത് എന്ന് മറ്റുള്ളവരിൽ എത്തിക്കാനാണ് പുള്ളിക്കാരി ഇങ്ങനെ കാണിച്ചത്. അതായത് ആ പുള്ളിക്കാരിയുടെ തലയിൽ മുഴുവൻ പേനായിട്ടുണ്ട്. അത് കേട്ടല്ലോ ചേച്ചി പറയുന്നത്, തല നിറച്ചും പേനായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാ പുള്ളിക്കാരി. പിന്നെ മറ്റുള്ളവർ സത്യമാണല്ലോ, നമ്മുടെ തല പേനാന്ന് മറ്റുള്ളവരുടെ അടുത്ത് പോയി പറയാൻ ഭയങ്കര പാടല്ലേ, അതുകൊണ്ടായിരിക്കും ചേച്ചി ഇനിയിപ്പോൾ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്താണെങ്കിലും അടുത്തിരിക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ട അത്യാവശ്യമാണ്. ഇനി അവിടെ അടുത്തതായിട്ട് എല്ലാവർക്കും പടർന്ന് എല്ലാവരും അടുത്തടുത്തല്ലേ എടുക്കുന്നത്. അപ്പോൾ ഇനി പറന്ന് എല്ലാവരുടെയും തലയിൽ പേനൊക്കെ കയറുവാണെങ്കിൽ എല്ലാവരും കൂടെ നമ്മുടെ രേണു ചേച്ചിയെ എടുത്തിട്ട് പൊരിക്കും. അത് ഉറപ്പുള്ള കേസ് കേട്ടാണ്. അതാണ് പറഞ്ഞത്. പുള്ളിക്കാരി പറയുന്നുണ്ട്, നമ്മൾ ഈ ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളതല്ല നമ്മുടെ ഹെയറിൽ നമ്മൾ എന്ത് കാര്യം, ഇപ്പം ഞാൻ ഒരു പെർമനൻറ്റ് സ്ട്രെയിറ്റനിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടെ, ഇപ്പം ഞങ്ങൾ പണ്ട് എൻ്റെ കസിൻ സിസ്റ്ററിന് വേണ്ടി, കസിനല്ല എൻ്റെ ഒരു എൻ്റെ നിയർ ബൈ കസിന് വേണ്ടിയിട്ടും, പിന്നെ ഞാൻ പറയാം എൻ്റെ അനിയത്തിക്ക് അവൾ ഇതുപോലെ സ്മൂത്തൻ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ഒരിടയ്ക്ക്. ആ സമയത്തൊക്കെ ഞങ്ങൾ ചോദിച്ചാൽ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് പെർമനൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ പർട്ടിക്കുലർ ആയിട്ടുള്ള ഷാംപൂസ് കണ്ടീഷണേഴ്സ് അതൊക്കെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് നല്ലതുപോലെ നോക്കണമെന്ന്. അതുപോലെ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ബാച്ച്മേറ്റ് ഇതുപോലെ പെർമനൻ്റ് ആയിട്ട് ഹെയർ സ്ട്രൈറ്റ് ചെയ്തു. ഞാൻ ഓർക്കുന്നുണ്ട് അവൾ പറയുന്നതൊക്കെ ഒരു മാസം തന്നെ 10,000-2,000 രൂപയുടെ എങ്ങാണ്ടൊക്കെയാണ് വാങ്ങിക്കുന്നത്. അതുപോലെ എൻ്റെ ചേച്ചി ഇതുപോലെ ചെയ്തിട്ട് അവളും ഒക്കെ ഇതുപോലെ ചെയ്തിട്ട് ഭയങ്കര എക്സ്പെൻസീവായിട്ട് ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അവൾ ഇനി ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ അവസാനം മുടി വരെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അതായത് ഷോർട്ട് ഹെയർ ആക്കി അവൾ ഇട്ടിട്ടുണ്ട്. കാരണം അത്രയ്ക്കും എക്സ്പെൻസീവാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഹെയർ നോക്കുക എന്നുള്ളത് തന്നെ. ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നുണ്ട് ഡെയിലി വാഷ് ചെയ്യണം, അതുപോലെ ക്ലെൻസ് ചെയ്യണം, നല്ല വൃത്തിക്ക് മുടി നോക്കണം. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ചെളിയൊന്നും കയറാൻ പാടില്ല. അത്രയ്ക്കും പ്രോപ്പറായിട്ട് തലയും അത് മുടിയൊക്കെ സ്കാൽപ്പും ഒക്കെ നോക്കിയാൽ മാത്രമേ അത് മുമ്പോട്ട് പ്രോപ്പറായിട്ടുള്ളൊരു കെയറിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെയും പുള്ളിക്കാർ പറഞ്ഞ പുള്ളിക്കാരുടെ ക്ലിനിക്കിൽ ഓൾറെഡി ഇതുപോലെ ചെയ്ത ആളുകൾ പിന്നെയും ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ തന്നെ ഇതിനെ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് പോലെ ചെന്നാൽ ഇതിൻ്റെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തുകൊണ്ടും ഇരിക്കണം. അപ്പോൾ ഇതൊക്കെ ഇല്ലാതെ വരുമ്പം ഓൾറെഡി നമ്മുടെ ഹെയർ ഇങ്ങനെയൊക്കെ വരുന്നതിൽ വലിയ അത്ഭുതപ്പെടാനില്ല. പുള്ളിക്കാരി അതിനെപ്പറ്റി വേറൊരു കാര്യം പറ്റുന്നുണ്ട്. നമുക്ക് എങ്ങനെയൊക്കെയുള്ള ഒരാളുടെ തലയിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പുള്ളിക്കാരുടെ തലയിൽ നിന്ന് പൊടിഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ ശരി പേൻ തന്നെയാണ്. അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിൻ ഒരു ടെസ്റ്റിൻ്റെ ഒരു കണ്ടന്റ് വരില്ല. അത് ചെയ്തവർക്കറിയാം. ഇപ്പോഴും ഞാൻ എൻ്റെ ക്ലിനിക്കിലതെ 4 ക്ലയൻസ് ഇപ്പോൾ സർവീസ് എടുത്തുകൊണ്ടിരിക്കും. ഞാൻ അവരുടെ അടുത്തൊക്കെ ചോദിച്ചു എന്തെങ്കിലും ടെസ്റ്റ് നിങ്ങൾക്ക് ഇല്ല, അവർക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നം വരില്ല, അങ്ങനെ ഒരു മെറ്റീരിയൽ. അപ്പോൾ കേട്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇപ്പം നമ്മുടെ രേണു ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി പറഞ്ഞേനെ, അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് വന്നേനെ, അല്ലെങ്കിൽ അത് കിള്ളിപ്പറിച്ചുകൊണ്ട് വന്നേനെ, ഇത് എന്തെങ്കിലും ചെയ്തേനെ. ഇപ്പം ചേച്ചി ബിഗ് ബോസിലായതുകൊണ്ടും ചേച്ചിക്ക് ഈ വക കാര്യങ്ങളെപ്പറ്റി യാതൊരു ധാരണയും ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം ചിലപ്പം ഇപ്പം ഇതിങ്ങനെ നീണ്ടു പോണേ. ഇതിനൊക്കെ മറുപടി ചേച്ചി ഇറങ്ങി വന്ന് കഴിയുമ്പോഴത്തേന് എന്താണെങ്കിലും ആളുകളെ തല ചെക്ക് ചെയ്യാനൊക്കെ പോകുമായിരിക്കുമോ തോന്നുന്നു. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇതിനെ പറ്റിയൊക്കെയുള്ള കുറേ ഇൻ്റർവ്യൂസ്, അതെന്ന് വെച്ചാൽ നമ്മൾ ബിഗ് ബോസ് ചേച്ചി കാണിച്ചു കൂട്ടുന്നതിൻ്റെ എല്ലാം പറ്റിയൊരു ഡീറ്റെയിൽഡ് ഇൻ്റർവ്യൂസ് ചേച്ചി പുറത്തിറങ്ങുന്ന സമയത്ത് ഉറപ്പായിട്ടും കാണും. അപ്പം ഇതൊക്കെയാണ് കാര്യം. പക്ഷേ ഇന്നലെ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയായിരുന്നു, ഇവർ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി ഇങ്ങനെ ചെയ്യുമ്പം പുള്ളിക്കാരി ആ ഒരു സ്ഥാപനത്തിനെ അത്രമാത്രം അത് ബാഡ്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പുള്ളിക്കാരി ചിന്തിക്കാത്തത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ അകത്ത് മെയിനായിട്ടൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതെന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി നമ്മുടെ ലാലേട്ടൻ ഇന്നലെ സാറ്റർഡേ വന്ന എപ്പിസോഡിൽ പുള്ളിക്കാരി സെപ്റ്റിക് ടാങ്ക് എന്ന് അക്ബർ വിളിച്ചതിനെ ചൊല്ലിപ്പറ്റിയൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഓഡിയോ ഒന്ന് ഇവിടെ പ്ലേ ചെയ്യാവേ. അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ. സോറി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഫീല് മാറത്തില്ലല്ലോ, എത്രയും ലോകരുടെ മുഴുവൻ മുന്നിലല്ലേ. അപ്പം നിങ്ങൾ കേട്ടല്ലോ, ഈ പുള്ളിക്കാരിയോട് ചോദിക്കുമ്പം പുള്ളിക്കാരി പറയുന്ന ഒരു വാക്കുണ്ട്, എന്താ പുള്ളി അങ്ങനെ വിളിച്ചു എന്ന് എന്നോട് സോറിയും പറഞ്ഞു, പക്ഷേ ഈ ലോകര് മുഴുവൻ കണ്ടില്ലേ ഞാനൊരു കാര്യം പറയട്ടെ, ഇതുപോലെയല്ലേ പുള്ളിക്കാരി പലരും വീട് വെച്ച് തന്നയാളെ ഇതുപോലെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇതുപോലെ ഇത്രയും കാര്യങ്ങൾ പുള്ളിക്കാരി കൊളാബെന്ന രീതിയാണ് പുള്ളിക്കാരിയുടെ ഹെയർ എക്സ്റ്റൻഷന് ഫേസിനാണെങ്കിലും എന്തുമാത്രം കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് പുള്ളിക്കാരി ഇത്രയും ഹെൽപ്പ് ചെയ്ത ഒരാളെയും കൂടെ പുള്ളിക്കാരി ഇങ്ങനെ പറയുമ്പം അത് എത്രമാത്രം അവർക്ക് ഹേർട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ജോലിക്കും കാര്യങ്ങൾക്കും ഒക്കെ അതെന്തുമാത്രം തടസ്സമാകുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും ഒന്ന് പുള്ളിക്കാരി വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. കാരണം പുള്ളിക്കാരി എന്നെ നമ്മൾ പറയില്ലേ
ഇത്രയും സഹായിച്ചവരെ ദ്രോഹിക്കാതെങ്കിലും പുള്ളിക്കാരിക്ക് ഇരുന്നൂടെ? അതിന് പോലും പുള്ളിക്കാരിക്ക് പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് അവർക്കുള്ള ഒരു ബിസിനസ്സും കൂടെ കളയുക എന്ന് വെച്ചാൽ അവരെ ദ്രോഹിക്കുന്നതിന് തുല്യ. പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഈ കോസ്മെറ്റിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എക്സ്റ്റൻഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതിനൊക്കെ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം അത് ആ ഒരു ചെയ്യുന്ന രീതിക്ക് തന്നെ അതുപോലെ പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ഹെയർസിനൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ മുമ്പോട്ട് അത് ലാസ്റ്റ് ചെയ്യുള്ളൂ. ഇല്ല അതൊക്കെ പോവുകയുള്ളൂ. കാരണം നമ്മൾ പറയല്ലേ, ഹെയർ സ്ട്രെയിറ്റൻ ചെയ്താലും ഹെയർ സ്മൂത്തൺ ചെയ്താലും പെർമനൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അത്രയും പ്രോപ്പറായിട്ട് അതിന് ഷാംപൂവിങ് ചെയ്ത് അതുപോലെ അത് കൊണ്ടു നടന്നാൽ മാത്രമേ നമ്മുടെ ഹെയറൊക്കെ നമ്മൾ പലരുടെ ഹെയർ കാണുന്നത് ഇതെന്ത് ഇങ്ങനെ ഭംഗിക്ക് കിടക്കുന്നത്, എന്താ കളറൊക്കെ ചെയ്തൊക്കെ നല്ല രസത്തിൽ. പക്ഷെ അങ്ങനെ കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ കെയർ നമ്മുടെ ഹെയറിന് കൊടുക്കണം. അത്രയും കൊടുത്തിട്ടില്ല എങ്കിൽ ആ ഹെയർ പോവും. കാരണം ഞാൻ പറയാം, എൻ്റെ ഹെയർ പണ്ട് ഇങ്ങനെയൊന്നും അല്ല. എൻ്റെ ഹെയർ കുറച്ചുകൂടെ റഫായിരുന്നു. ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഹെയറിന് നല്ലപോലെ ഷാമ്പു ഇടുമായിരുന്നു. എപ്പോഴും അല്ല, വീക്ക്ലി ട്വൈസ് എങ്കിലും ഞാൻ ഷാമ്പു ഇടാൻ ശ്രമിക്കുമായിരുന്നു. വൺസ് അല്ല ട്വൈസ് ഷാമ്പു ഇടും. അതുപോലെ കണ്ടീഷണർ ഇട്ട് ഹെയർ സീറം ഒക്കെ യൂസ് ചെയ്ത് അതുപോലെയാണ് നോക്കിയാണ് നല്ല ഒരു സോഫ്റ്റ്, ഒരു സിൽക്കി, ഒരു നമ്മൾ ഈ കാണുമ്പം നല്ല സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഹെയർ ആയതുപോലെ അത്രയും സിൽക്കി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ ഞാൻ എൻ്റെ ഹെയർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതുപോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലും ഹെയർ അതിൻ്റെ ഗ്രോത്തും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ്. അല്ലാതെ ചുമ്മാ നമ്മൾ പോയി കുളിച്ചു, കുറച്ച് എണ്ണ വെച്ചു, ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ പോവുകയുള്ളൂ. കാരണം നമ്മൾ മുടി എപ്പോഴും നമ്മുടെ ഹെയർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും, കാരണം വെച്ചാൽ പെട്ടെന്ന് നമ്മളൊരു ശക്കല ഒരു പൊടി ഉള്ളവരുടെ യാത്ര ചെയ്യുമ്പോൾ പുള്ളിക്കാരിയൊക്കെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരിയൊക്കെ ഷൂട്ടിനൊക്കെ പോകുന്ന ഒരാളാണ്. ഇപ്പോൾ പോവുക, ട്രാവൽ ചെയ്യുന്ന ടൈമിൽ നല്ലപോലെ പൊടിയും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഹെയർ വരും. അത് നല്ലതുപോലെ വീക്ക്ലി വൺസ് എങ്കിലും നല്ലതുപോലെ അത് ഒക്കെ വാഷ് ചെയ്ത് കളഞ്ഞ്, വീക്ക്ലി വൺസ് അല്ല ട്വൈസ് എങ്കിലും നല്ലതുപോലെ നമ്മൾ മുടി കഴുകുമ്പോൾ നമ്മൾ ഷാമ്പു ഇട്ട് കഴുകണം. എന്നിട്ട് നല്ലപോലെ അതിൻ്റെ അകത്തൊക്കെ ചെയ്യും. കാരണം നമ്മളൊരു എ സിയിലിരിക്കുന്ന ആളോ എപ്പോഴും കാറിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളോ ഒന്നും അല്ല. അപ്പം നമ്മൾ ഡസ്റ്റുള്ള സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ അതുപോലുള്ളൊരു പ്രോപ്പർ കെയർ, അതുപോലെ കുളിക്കുന്നതിന് മുമ്പ് മുടി കഴുകിയാൽ അത് ഉണങ്ങി പിറക്കി അത് കെട്ടിയൊക്കെ വെച്ചുകൊണ്ട് വേണം കിടക്കാൻ. അല്ലാതൊക്കെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ നാച്ചുറൽ മുടിയായിട്ട് പോലും നമ്മൾ എഴുന്നേറ്റുമ്പോൾ നല്ലപോലെ ജട പിടിക്കും. അപ്പം അതൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ അതുപോലെ കെയർ ചെയ്യണം. പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വന്നത്, ചിരി വന്നത് എന്താണെന്നറിയാമോ? ഇതിന് മുമ്പായിട്ട് അനുമോളോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഇത് കൊളാബാണ്, ഇത് മുടി കഴുകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് ഭയങ്കരമായിട്ട് എൻ്റെ പൊന്നെ എനിക്ക് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. അത് കഴിഞ്ഞ് പുള്ളിക്കാരി ഇതിനെപ്പറ്റി എക്സ്പ്ലെയിനും കൂടെ ചെയ്യുന്ന കേട്ടപ്പോൾ ശരിക്കും ഞാൻ ചിരിച്ച അത് കേട്ട സമയത്ത് പോലും എനിക്ക് ഭയങ്കരമായിട്ട് ചിരിയാണ് വന്നു പോയത്. ഇതുപോലെ കള്ളത്തരം പറയാൻ ഇവരെ കൊണ്ടല്ലാതെ വേറെ ഒരാളെ കൊണ്ടും ഈ നമ്മുടെ സമൂഹത്തിൽ നടക്കുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ട് കാണും. ഇവരോട് ഭയങ്കര ആളുകൾക്ക് എന്താ പറയുക, സെൻറ്റിമെൻറ്റ്സ് ആണ് ഇവരുടെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യം സെൻറ്റിമെൻറ്റ്സാണ്. കാരണം വിധവ, കൊച്ചുണ്ട്, സിംഗിൾ മാം, പിന്നെ ബോഡി ഷേമിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് പുള്ളിക്കാരി ആ കാണിക്കുന്ന ഒരു ഇതില്ല, ഒരു സഹതാപ പ്രകടനങ്ങളുണ്ട്, അതുകൊണ്ട് നിൽക്കുന്നതാണ്. പക്ഷേ ശരിക്കും ആ പുള്ളിക്കാരിയെ മനസ്സിലാക്കുന്നവർക്കറിയാം. ഇപ്പോൾ വാടക ചോദിച്ച് ചെന്ന മനുഷ്യനൊക്കെ ഓരോന്നൊക്കെ പറയുന്നതൊക്കെ എന്തുമാത്രം ഇഷ്യൂസാണ് ഈ പുള്ളിക്കാരുടെ പേരിലെന്ന്. അപ്പം അതൊക്കെ അറിയാവുന്നവർക്കറിയാം എന്തുമാത്രം ഇത്. അപ്പം അല്ലാതെ സപ്പോർട്ടൊക്കെ ചെയ്യുക. പുള്ളിക്കാരി ബിഗ് ബോസിൽ നിൽക്കുന്നു, നമുക്കതിനായിട്ട് ഒരു ബന്ധവുമില്ല. പുള്ളിക്കാരുടെ ഇഷ്ടം പോലെ പുള്ളിക്കാരി ചെയ്യട്ടെ. പക്ഷേ എനിക്ക് ഹെയർ എക്സ്റ്റൻഷൻ്റെ കാര്യം അത് പറയാതിരിക്കാൻ പറ്റിയല്ല. കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് ചിരി വന്നു. അപ്പം എന്നാൽ അങ്ങനെ ഒരു കാര്യം, കാരണം ഇന്നലെ ഞാൻ ആ ഹെയർ ഇത് പോകുന്ന വീഡിയോ ഞാൻ കണ്ടതാണ്, അതിൻ്റെ ഇതും ഞാൻ കണ്ടതാണ്, എല്ലാവരും റിയാക്ട് ചെയ്തിരിക്കണം. പക്ഷേ ഇത് ഞാൻ കണ്ടപ്പോൾ ശരിക്കും ചിരിച്ചു പോയി. അപ്പം എനിക്ക് തോന്നി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതെടുത്തൊരു വീഡിയോ ആക്കി ഇട്ടത്.